അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെ.ഡി. വാൻസ് ഇന്ത്യയിലുള്ളപ്പോൾ കശ്മീരിൽ ആക്രമണം നടത്തി ഭീകരർ നൽകുന്നത് തഹാവൂർ റാണയെ ഇന്ത്യക്ക് വിട്ടുകൊടുത്തതിന്റെ പകയോ? മുംബൈയിൽ പാക് ഭീകരർ കാട്ടിയതിന്റെ ചുരുളഴിക്കാൻ ഇന്ത്യ അന്തിമ തെളിവ് വിശദീകരണത്തിലേക്ക് പോകുമ്പോൾ തീവ്രവാദികൾ വീണ്ടും ഉഗ്രരൂപം കാണിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സൗദിയിൽ ആവേശകരമായ സ്വീകരണം കിട്ടുമ്പോഴായിരുന്നു പാക് തീവ്രവാദികളുടെ കൂട്ടക്കുരുതി. ജമ്മുകാശ്മീർ ഭീകരാക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത പാക് പിന്തുണയുള്ള ഭീകര സംഘടനയായ ദ റെസിസ്റ്റൻസി ഫ്രണ്ട് ലഷ്കർ-ഇ-തോയ്ബ അനുകൂല സംഘടനയാണ്. ഇവർ തന്നെയാണ് മുംബൈ ഭീകരാക്രമണത്തിന് പിന്നിലെയും ഭീകരശക്തി. സൈനിക കേന്ദ്രങ്ങളിലെ പാക് ഭീകര സംഘടനകളുടെ ആക്രമണത്തെ സർജിക്കൽ സ്ട്രൈക്കിലൂടെയാണ് ഇന്ത്യ നേരിട്ടിരുന്നത്. ഇതോടെയാണ് രാജ്യത്തെ തീവ്രവാദ ആക്രമണത്തോത് കുറഞ്ഞതും. പിന്നീട് കശ്മീരിലേക്ക് ശക്തമായ ഇടപെടലുകളെത്തി. കശ്മീരിനെ ടൂറിസ്റ്റുകളുടെ ഹബ്ബാക്കി മാറ്റി. ഇത് തകർക്കുകയാണ് തീവ്രവാദ ആക്രമണത്തിന്റെ ലക്ഷ്യം. ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ ഭീകരാക്രമണത്തിൽ 28 പേർ കൊല്ലപ്പെട്ട സംഭവത്തിൽ രാജ്യം നടുങ്ങിയെന്നതാണ് വസ്തുത. കൊല്ലപ്പെട്ടവരിൽ ഒരു മലയാളിയും. എറണാകുളം ഇടപ്പള്ളി സ്വദേശി എൻ രാമചന്ദ്രനാണ് മരിച്ചത്. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2:30-യോടെയാണ് ആക്രമണമുണ്ടായത്. ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ദ്വിദിന സൗദി സന്ദർശനം വെട്ടിച്ചുരുക്കിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉടൻ ഇന്ത്യയിലെത്തും. മോദി കശ്മീർ സന്ദർശിച്ചേക്കും. ഭീകരാക്രമണത്തെ US-ഉം റഷ്യയും ഉൾപ്പെടെ വിവിധ ലോകരാഷ്ട്രങ്ങൾ അപലപിച്ചു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മോദിയെ ഫോണിൽ വിളിച്ച് അനുശോചനം അറിയിച്ചതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. അതേസമയം ജമ്മുകാശ്മീരിലെ ഭീകരാക്രമണത്തിന് പിന്നാലെ ഡൽഹി, മുംബൈ, ജയ്പൂർ, അമൃത്സർ തുടങ്ങിയ വിവിധ നഗരങ്ങളിൽ ജാഗ്രത ശക്തമാക്കിയിട്ടുണ്ട്. NIA സംഘം അന്വേഷണത്തിന് ഉടനെത്തും. ഇസ്രായേലും സംഭവത്തെ അപലപിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ഇന്ത്യ ഉടൻ തിരിച്ചടി നൽകുമെന്നാണ് വിലയിരുത്തൽ. 2019 ഓഗസ്റ്റിൽ ആർട്ടിക്കിൾ 370 റദ്ദാക്കുകയും ജമ്മുകാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തുകളയുകയും ചെയ്തതിനു ശേഷമാണ് TRF ഉണ്ടായത്. LED-യുമായി ബന്ധമുള്ള സാജിദ് ജാട്ട്, സജ്ജാദ് ഗുൽ, സലീം റഹ്മാനി എന്നിവരാണ് TRFന്റെ നേതൃത്വത്തിലെ പ്രധാനികൾ. കറാച്ചി കേന്ദ്രീകരിച്ച് പ്രവർത്തനം ആരംഭിച്ച TRFന് ടെലിഗ്രാം, വാട്സ്ആപ്പ്, ട്വിറ്റർ, ഫേസ്ബുക്ക്, ടാറ്റോം തുടങ്ങിയ സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമുകളിൽ ശക്തമായ സാന്നിധ്യമുണ്ട്. സാമൂഹിക മാധ്യമത്തിലൂടെ ഇവർ തീവ്രവാദ ആശയങ്ങൾ പ്രചരിപ്പിക്കുകയും റിക്രൂട്ട്മെന്റ് ഉൾപ്പെടെ നടത്തുകയുമാണ് ചെയ്യുന്നത്. 2024 ഒക്ടോബർ 20-ന് നടന്ന ഗന്ദർബലിലെ സേനാമാർഗ് ടണൽ ആക്രമണത്തിന്റെ ഉത്തരവാദിത്വവും TRF ഏറ്റെടുത്തിരുന്നു. 2023 ജനുവരിയിൽ ആഭ്യന്തര മന്ത്രാലയം നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയൽ നിയമം അനുസരിച്ച് TRFനെ ഒരു ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചിരുന്നു. ഭീകരവാദ പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി TRF ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ യുവാക്കളെ റിക്രൂട്ട് ചെയ്യുകയും ഭീകരവാദ പ്രവർത്തനങ്ങളെക്കുറിച്ച് പ്രചരണം നടത്തുകയും ചെയ്തതായി ആഭ്യന്തര മന്ത്രാലയത്തിന്റെ വിജ്ഞാപനത്തിൽ വ്യക്തമാക്കുന്നു. ഭീകരരുടെ നുഴഞ്ഞുകയറ്റം, പാകിസ്ഥാനിൽ നിന്ന് ജമ്മുകാശ്മീരിലേക്ക് ആയുധങ്ങളും മയക്കുമരുന്നുകളും കടത്തുക എന്നിവയിലും TRFന് ബന്ധമുണ്ടെന്നും ആഭ്യന്തര മന്ത്രാലയം അന്ന് വ്യക്തമാക്കിയിരുന്നു.